നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് സുഭാഷ് രാജീവിനെയും കൂട്ടി വീട്ടിലേക്ക് വരുവാണ്, നിധിയുടെ അച്ഛനെയും കൂട്ടി. സുഭാഷിന് ഭയങ്കര സന്തോഷമാണ്, ഇത്രയും പെട്ടെന്ന് പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ മാറിയല്ലോ. നിധിക്ക് സന്തോഷമാവുന്നൊരു ചിന്ത. സുഭാഷ് വന്നിട്ട് നോക്കിക്കഴിയുമ്പം ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നു. അച്ഛ, ഇതാരാ വന്നിരിക്കണമെന്ന് അറിയാമെന്ന് ചോദിച്ചു. ആരടാ? നിധിയുടെ അച്ഛനാന്ന് പറഞ്ഞു. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഇരുന്ന് ബ്രാൻഡിക്കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ്. എടാ, നീ ഇതെല്ലാം കൂടെ എങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാ? എൻ്റെ അച്ഛ, അവരൊക്കെ സ്റ്റാൻഡേർഡ് ആൾക്കാരല്ലേ. അച്ഛൻ ഇതെല്ലാം എവിടെ എടുത്ത് നിരത്തി ഇട്ടിട്ടുണ്ടെങ്കിലോ? എടാ, എൻ്റെ കുപ്പി അവിടെ വെക്കടാ. പിന്നെ അച്ഛൻ്റെ കുപ്പി എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അതെല്ലാം ഒളിപ്പിച്ച് വെക്കുവാണ്. അതിനുശേഷം രാജീവ് കാറിൽ നിന്ന് ഇറങ്ങുമ്പത്തേനും അവിടേക്ക് ഓടി വന്നു. ബാ സാറേ, കയറി വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ മുറ്റത്തേക്ക് വന്നിട്ട് രാജീവൻ നോക്കുവാണ്. ഓ, എന്ത് ചെയ്യാനെന്ന് പറ, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നൊരു വീട്. തൻ്റെ വീട്ടിലെ തൊഴുത്തും കൂടിന് പോലും ഇതിനേക്കാളും നല്ല വൃത്തിയുണ്ട് എന്നൊരു ചിന്തയായിരുന്നു രാജീവിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തൻ്റെ മോൾ ഇവിടെ ജീവിക്കണം എന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എങ്ങനെ ജീവിക്കേണ്ടതാ? രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട അവള് വന്ന് കിടക്കുന്ന വീട്. പറഞ്ഞിട്ടൊന്ന് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല. എല്ലാം സംഭവിച്ചു പോയില്ലേ, അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്നൊരു ചിന്തയായിരുന്നു രാജീവിൻ്റെ മനസ്സിൽ. അപ്പോഴേക്കും സുഭാഷ് വിളിച്ചു. നിധി എന്ന് വിളിച്ചു. എന്താ സുഭാഷ് ഏട്ടാ? മോളെ നിധി ഇതാരാ വന്നേക്കണേന്ന് നോക്കാൻ പറഞ്ഞു. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് സുഭാഷ് രാജുവിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. അതെ സാറേ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, പെട്ടെന്ന് വരുമ്പോൾ കാണണ്ട, എൻ്റെ പിന്നിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷും നിധിയും കൂടെ ഇറങ്ങി വന്നു. അല്ല, എന്താ സുഭാഷയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞിട്ട് സുഭാഷ് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രാജീവിനെ കണ്ടുകഴിഞ്ഞപ്പോൾ നിധി ഒരു അമ്പരപ്പോടുകൂടി നോക്കുകയാണ്. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. മോളേന്ന് രാജീവൻ വിളിച്ചു കഴിയുമ്പോഴത്തേനും നിധി അങ്ങോട്ടേക്ക് ഓടി ഇറങ്ങി വന്നു. അച്ഛാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നിധിക്കാൻ സന്തോഷമാണോ സങ്കടമാണോ ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. തന്നെ അന്വേഷിച്ച് തൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരിക. പെട്ടെന്ന് നിധിക്ക് സന്തോഷവും സങ്കടമൊക്കെ ഒന്ന് കണ്ണ് നിറഞ്ഞു മതി. എന്താ മോളെന്ന് ചോദിച്ചുകൊണ്ട് രാജീവൻ നിധിയെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കണ്ടപ്പോൾ സുഭാഷിനൊക്കെ സന്തോഷമായി. പക്ഷേ എങ്കിൽ ഭാസ്കരൻ അത്ര സന്തോഷമൊന്നും വന്നില്ല. ഭാസ്കരൻ എന്തോ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി. ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഭാസ്കരന്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് സുഭാഷ് പറഞ്ഞു, ബാസാറെ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കസാരയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ കസാരയിലിരുന്ന് കഴിഞ്ഞപ്പോട്ട് രാജീവൻ ചുറ്റും നോക്കുവാണ്. വീടിൻ്റെ അകമൊക്കെയാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. തറയൊക്കെ ആണെങ്കിലും അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. ഈ വീട്ടിലാണ് തൻ്റെ മോള് താമസിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുന്നല്ല അപ്പുറമായിരുന്നു രാജീവന്. ഈ സമയം സുഭാഷ് അകത്തേക്ക് പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ എടുക്കുകയാണ്. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നത്? തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇത് കൊടുക്കാം, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചോദിച്ചു, സാറ് കുടിക്കുമെന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞ് വാങ്ങി വെള്ളം കുടിച്ചു. ഈ സമയം നിധി പറഞ്ഞു, ഇത് സുഭാഷ് ചേട്ടൻ സുധീഷിൻ്റെ മൂത്ത ചേട്ടനാന്ന് പറഞ്ഞു. പിന്നീട് നികേഷിനെയൊക്കെ പരിചയപ്പെടുത്തണം. ഓരോരുത്തരെ പരിചയപ്പെടുത്തി. സുഭാഷിനോട് ചോദിച്ചു, എന്താ ജോലിയെന്ന് ചോദിച്ചു. മേസ്തിരിപ്പണിയാന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, മേസ്തിരിപ്പണിയാന്ന് പറഞ്ഞാലേ സുഭാഷിയുടെ നല്ല ഒന്നാം തന്നെ ഒരു പിന്നെ എൻജിനീയറാന്ന് പറഞ്ഞു. എൻജിനീയറോ? അതെ, വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിയും. അത് മാത്രമല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഇത് മാത്രമുള്ള അച്ഛാന്ന് പറഞ്ഞു. ആ സമയം ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് വീട് വേണമെന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോൾ സുഭാഷ് ചോദിച്ചു, എന്താ അച്ഛൻ പറയണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് രാജീവൻ പറയുകയും ചെയ്തു. നികേഷിന് ദേഷ്യം വന്നു. നികേഷ് വന്നിട്ട് ഭാസ്കരനോട് ചോദിച്ചു, എന്താ അച്ഛാ അത്? അച്ഛൻ എന്താ ഒരുമാതിരി സംസ്കാരം ഇല്ലാത്തവരെ കാണിക്കണേ? എടാ, ഞാനൊരു വീട് വേണമെന്നല്ലേ ചോദിച്ചുള്ളൂ, അത് നീ എന്നെ തിന്നാൻ വരണ്ട. ഏച്ചാ, ആളും തരം അറിയാതെ പെരുമാറില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നികേഷ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ആ സമയം സുഭാഷ് പറഞ്ഞു, അതെ അച്ഛൻ അങ്ങനെ കേട്ടോ, സാറ് വേറെ ഒന്നും വിചാരിക്കില്ലെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അല്ല, സാറിന് കുടിക്കാൻ ചായയോ കോഫി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ചായ മതി, പിന്നെ മധുരം കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചായ എടുക്കാൻ സുഭാഷ് അങ്ങോട്ട് പോകുമ്പോൾ നിധി പറഞ്ഞു, ഞാനും വരാം സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. വേണ്ട, മോള് വരണ്ട, മോളവിടെ നിന്നോ, കുറച്ച് കാലം കൂടി അച്ഛനെ കാണുന്നല്ലേ, എന്തൊക്കെ സംസാരിക്കാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് അടുക്കള ചായ ഇടുവാണ്. നിധിയോട് മോളിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നിധി രാജീവിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എത്ര നാളായി മോളെ കണ്ടിട്ട്, നീ അവിടുന്ന് പോകുന്നതിന് ശേഷം സന്തോഷം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നിൻ്റെ അമ്മയ്ക്കും ഭയങ്കര വിഷമം, സഹിക്കാൻ പറ്റുന്നില്ല. എത്രയെന്ന് വെച്ചാൽ എങ്ങനെ നിന്നെ വളർത്തിക്കൊണ്ട് വന്നാ എല്ലാം കഴിഞ്ഞു പോയില്ലേന്ന് ചോദിച്ചു. അച്ഛ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എനിക്കിവിടെ സന്തോഷം തന്നെയാണ്, എനിക്കിവിടെ സങ്കടമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സുഭാഷിനോടൊക്കെ. ഈ സമയത്ത് നിധി പറഞ്ഞു, അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു.
ഞാനിങ്ങോട്ടേക്ക് വന്ന കാര്യം അങ്ങനെ ആർക്കും അറിയത്തില്ല. ഇനിയിപ്പം നിന്റെ അമ്മ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അല്ല സാറേ, സാർ ഇവിടുന്ന് ആഹാരം കഴിക്കുമെന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടാ ഞാൻ പോകുന്നുള്ളൂ. ധൈര്യമായിട്ട് ഉണ്ടാക്കിയോ. അല്ല, വെജാണോ നോൺ വെജാണോ അങ്ങനെയൊന്നുമില്ല, എന്താണെങ്കിലും ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീതി പറഞ്ഞു, നല്ല സൂപ്പറായിട്ട് സുഭാഷ് ഏട്ടൻ ബിരിയാണി എല്ലാ ചോറും കറികളും എല്ലാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആണോ? ആഹാ, കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് സുഭാഷിന്റെ കൈപ്പുണ്യം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സുഭാഷിന് ഭയങ്കര സന്തോഷമായിരുന്നു. നിധിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് സാന്ദ്ര വന്നിട്ടാണെങ്കിലും ഒരു വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കില്ല. പക്ഷേ നിധിയുടെ അച്ഛൻ വന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകുന്നുള്ളൂ എന്ന് പറയുന്നു. ഇതിൽ പരവൊരു സന്തോഷം വേറെ ഉണ്ടാവാനല്ലായിരുന്നു സുഭാഷിന്. സുഭാഷ് അകത്തേക്ക് പോയിട്ട് പെട്ടെന്ന് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ ഏട്ടത്തി, സുധീഷേണ്ണെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജു പറഞ്ഞേ വേണ്ട, ഓട്ടം പോയിരിക്കല്ലേ, പോയിട്ട് വരട്ടെ സമാധാനമായിട്ട്, വെറുതെ വിളിച്ചു വരുത്തി ഇനി ഉള്ള ജോലി കളയിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. മോള് വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പുറത്തേക്ക് കഴിഞ്ഞിട്ട് ചോദിച്ചു, മോളെ ഈ സ്ഥലവും വീടും എല്ലാം സുഭാഷിൻ്റെ സുധീഷിൻ്റെയൊക്കെ പേരിലുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അല്ലച്ച, ഈ വീട് മാത്രമേ ഉള്ളൂ, പിന്നെ ബാക്കിയെല്ലാം കേസിൽ കിടക്കുന്ന ഇവിടുത്തെ അച്ഛൻ്റെ ചേട്ടൻ്റെ പെങ്ങടെയൊക്കെ പേരില്ലാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അല്ല മോളെ, നീ എങ്ങനെ ഇവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. അതെന്താ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഇവിടെ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു. പെണ്ണുങ്ങളായിട്ട് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു വീട്ടിൽ നീ തനിച്ചെങ്ങനെയാണ് കിടക്കുന്നത് ഇത്ര ആണുങ്ങളോടൊപ്പം? അച്ഛാ, അവരൊക്കെ നല്ല കെയറിങ് എനിക്ക് തരുന്നുണ്ട്. അവർക്കൊക്കെ എന്തൊരു സ്നേഹമാണെന്നറിയാവോ. അവരെ നമ്മൾ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അത്ര നല്ല സുരക്ഷിതത്വം അവരെനിക്ക് തരുന്നതെന്ന് പറഞ്ഞു. പിന്നീട് രാജീവൻ പറഞ്ഞു, മോളെ നിന്നെ ഓർത്ത് ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാമോ. അന്ന് പോലീസ് സ്റ്റേഷൻ വെച്ചുണ്ടായ സംഭവങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സാരമില്ല, എൻ്റെ മോളെ എനിക്ക് കാണാൻ പറ്റിയല്ലോ. ഇനിയിപ്പം ഞാൻ എത്ര നാളുണ്ടാവുന്ന പോലും അറിയില്ല. എന്തൊക്കെയാ അച്ഛൻ ഇങ്ങനത്തെ വർത്താനം പറയണേ? അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും നിനക്കത് പറയാൻ മോളെ, എൻ്റെ വിഷമം ഞാൻ ആരോട് പറയാനാ? ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവാണ്. നിധി പറഞ്ഞു, അച്ഛാ വിഷമിക്കില്ലേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ്റെ ഒരു പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ രാജീവൻ നോക്കി. ഇപ്പം തനിക്കിട്ടുള്ള പണിയാന്ന് മനസ്സിലായി, തന്നെ ആക്കി പാടിയതാണെന്നും മനസ്സിലായി. പിന്നീട് ഭാസ്കരൻ അങ്ങോട്ട് വന്നിട്ട് എന്ത് പറ്റി നിധിയുടെ അച്ഛന് പെട്ടെന്നൊരു മനമാറ്റം? ഇങ്ങനെ മനം മാറാൻ കാരണമില്ലല്ലോ. ഇത്ര പെട്ടെന്ന് മനം മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ രാജീവൻ ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു ചോദിച്ചു, എന്ത് കാരണം? ഒരു കാരണമില്ലാതെ ഇത്ര പെട്ടെന്ന് വരത്തില്ലോ. അത് പിന്നെ എൻ്റെ മോളല്ലേ, എൻ്റെ മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അധികം നാളൊന്നും കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഈ സമയം നിധി പറഞ്ഞു, അതെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അടുക്കളയിലേക്ക് അല്ലട്ടെ, കാരണം സുഭാഷിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാൻ കൂടണമെന്ന് നിധിക്ക് തോന്നി, അതുകൊണ്ടാണ് നിധി അങ്ങോട്ടേക്ക് പോയത്. ഈ സമയം ഭാസ്കരൻ പറഞ്ഞു, വന്നിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് രാജുവിനെ പിടിച്ച് അവിടെ അടുത്തിരുത്തുവാണ്. എത്തിയിട്ട് ചോദിച്ചു, അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രാജു പറഞ്ഞു, സുഖമാണ്. അല്ല എന്ത് ബിസിനസ്സാന്ന് ചോദിച്ചു. രാജുവൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല നിങ്ങൾക്ക് എന്താ ജോലി? എനിക്ക് ലോറി ബിസിനസ് ആയിരുന്നു പറഞ്ഞു. ലോറി ബിസിനസ്സോ? അതെ, കുറച്ച് നാൾ മുമ്പ് 2-3 ലോറിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കല്യാണം കഴിഞ്ഞ സമയത്ത് 3-4 ലോറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം പിന്നെ ലോറിയൊന്നും ഇല്ലാതായി. 3 ലോറികളെടുത്ത് 1 ലോറിയായി തീർന്നു പറഞ്ഞു. അതെന്ത് പറ്റി? എന്താവാനാന്ന് പറ. എൻ്റെ ഭാര്യയെ ഞാൻ കൊന്നാന്ന് പറഞ്ഞിട്ട് കുറച്ചാൾ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവനൊന്നും ഞെട്ടി. പക്ഷേ സംഭവം അങ്ങനെയൊന്നും അല്ലെന്നേ, എന്ത് ചെയ്യാനെന്ന് പറ. പിന്നെ ലോറിയൊക്കെ വിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഭാസ്കരൻ നല്ല കൂളായിട്ടാണ് അതൊക്കെ പറയണേ. പക്ഷെ രാജീവിന് ഇത് കേട്ടപ്പോൾ ടെൻഷനായി. തൻ്റെ മോള് ഇങ്ങനൊരു വീട്ടിലാണോ കഴിയണേ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു രാജീവിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.